നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജാ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇന്ന് ജാനുവരി മാസം തേയ്പിറ പഞ്ചമി. നമുക്ക് പഞ്ചമിതിഥി ടൈമിങ്സ് നോക്കാം. ഇന്ന് രാവിലെ, അതായത് 7-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:55 AM തുടങ്ങി നാളെ വ്യാഴാഴ്ച 8-ാം തീയതി രാവിലെ 6:40 AM വരെയാണ് പഞ്ചമിതിഥി ഇരിക്കുന്നത്. ഇന്ന് മുഴുനാള് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ പൂജാ വഴിപാട് എല്ലാം ചെയ്യുന്നവര് ഇന്ന് രാത്രിയും ചെയ്യാവുന്നതാണ്. നാളെ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്ത സമയത്തും ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വഴിപാട് എന്താ വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വഴിപാട്. ബിക്കോസ് ഇത് വന്നിട്ട് ഒരു പണസംബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ പണം വേണ്ട എന്ന് വിചാരിക്കുന്ന മനുഷ്യർ ആരെങ്കിലും ഇരിക്കുമോ ഈ ലോകത്ത്? മതി, എൻ്റെ കിட்ட പണം ഇരിക്കുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ മേലെ ഇനി പണമൊന്നും വേണ്ട, അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടോ? സോ പണം എന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം. അത് മാത്രമല്ല, നമ്മുടെ ലൈഫിന് അത്യാവശ്യമായ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അത് പണമാണ്. പണം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനേ പറ്റത്തില്ല. ഈ പണം വന്നിട്ട് നമുക്കിட்ட ഇരിക്കുന്നതൊക്കെ ഒരു ചെറിയ ഒരു ടെക്നിക്ക്, അതും പണത്തിനെ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ വഴിപാട്. ഇത് വന്നിട്ട് ഒത്തിരി പേർക്ക് അറിയില്ല. ഇത് എൻ്റെ അനുഭവമാണ്, ഞാൻ ചെയ്ത് നോക്കി, അത് പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത് അവരവരുടെ കമൻസ് പറഞ്ഞ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. ഇത് വന്നിട്ട് എപ്പം നിങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുന്നോ അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ ഇല്ല നിങ്ങളുടെ ലോക്കറിലോ വെക്കുന്നതിന് മുന്നേ ഈ ഒരു ചെറിയ മെത്തേഡ് ചെയ്തിട്ട് നിങ്ങളത് വച്ചിരുന്നാല് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ പണം എന്നുള്ളത് കുറയാതെ കയ്യിൽ ഉണ്ടാവും. ഈ ടെക്നിക്സ് വന്നിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അനുഭവം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത് അത്രയ്ക്കും 100% നിങ്ങൾക്ക് ബലവും തരും. പണം നിങ്ങളുടെ കയ്യിൽ കുറയാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കേ മനസ്സിലാവും, ഞാൻ ഈ ചെയ്തു വെച്ച ടെക്നിക്കിൽ ഏതോ ഒരു വിഷയം ഇരിക്കുന്നുണ്ടെന്ന്. മറ്റവങ്ങൾക്ക് വന്നിട്ട് നിങ്ങളിത് റിഫർ ചെയ്യുകയും ചെയ്യും. ഇന്ന് വന്നിട്ട് പഞ്ചമി തിഥിയാണ്. സോ നിങ്ങൾ ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തോളുക. അഥവാ ഈ വീഡിയോ മിസ് ചെയ്യുന്നവരാണെങ്കിൽ എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുവോ അന്നേക്ക് സ്റ്റാർട്ട് ചെയ്തോളുക. പിന്നെ ഇതിനെന്ന് പറഞ്ഞിട്ട് പെർട്ടിക്കുലർ ഒരു ഡേ ചോദിച്ചാൽ ശനിയാഴ്ച നല്ല ദിവസമാണ്. ഇപ്പോൾ ശനിയാഴ്ച അതുപോലെ തന്നെ ബുധനാഴ്ചയും നല്ല ദിവസമാണ്. പിന്നെ പഞ്ചമി തിഥി എന്നുള്ളത് പഞ്ചമി, അഷ്ടമി, നവമി ആ ഡേയ്സ് ഒക്കെ വന്നിട്ട് ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കുന്ന ദിവസം. ഈ ഒരു പരിഹാരം നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, അവരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടും, അവരത് ചെയ്ത് നോക്കിയിട്ടും. ശരിയാ, നിങ്ങൾ ഈ മെത്തേഡ് കറക്റ്റാ ഫോളോ ചെയ്തോളുക. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ വീക്കിലി വൺസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ആവാം. ഇപ്പോൾ ബുധനാഴ്ചയെങ്കിൽ ബുധനാഴ്ച, ശനിയാഴ്ചയെങ്കിൽ ശനിയാഴ്ച, ഈ 2 ദിവസം നിങ്ങൾ എടുത്തോളുക. ഏതെങ്കിലും ഒരു ദിവസം വന്നിട്ട്, അത് ടൈം വിഷയമില്ല, അത് രാവിലെ ആണെങ്കിൽ ബ്രഹ്മമുഹൂർത്തം തീരുന്നതിന് മുന്നേ 6 മണിക്ക് മുന്നേ ചെയ്യുക. ഈവനിങ് ആണെങ്കിൽ നിങ്ങൾ സന്ധ്യ ആയതിനു ശേഷം 6:30-ക്ക് ശേഷം ചെയ്തോളുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു രൂപ നോട്ട്, അത് ചില്ലറ പൈസ ആവരുത്, നോട്ട് എടുക്കണം. അത് 5 രൂപയോ 10 രൂപയോ 500 രൂപയോ 100 രൂപയോ 200 രൂപയോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഏത് പൈസയാണെങ്കിലും അത് എടുത്തോളുക. ഒരു നോട്ട് മതി, കൂടുതൽ വേണ്ട. ഇപ്പൊ ശനിയാഴ്ച ആണെങ്കിൽ വീക്കിലി സാലറി വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്ന ദിവസമാണ്, അത് ശരിയല്ലേ? സോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ കളക്ഷൻ വരും. ഇനി മാസശമ്പളം വാങ്ങുന്നവരാണ്, സിസ്റ്റർ എനിക്കിട്ട് പൈസ ഇല്ല എന്ന് പറയുന്നവർ, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു 10 രൂപ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന പൈസ പെട്ടിയിൽ വെച്ചിരിക്കുന്നതോ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന നിങ്ങളൊരു 10 രൂപ, മീൻസ് കൈപ്പെട്ടിയിൽ വെച്ചിരിക്കുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കുന്ന ഒരു 10 രൂപ എടുത്തോളുക. ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ പേഴ്സിനുള്ളിൽ വെക്കണം. ശരിയാ?
അതായത് നിങ്ങൾക്ക് പണം എവിടെ തങ്ങി നിൽക്കണമെന്ന് നിങ്ങൾ കരുതുന്നുവോ, അത് നിങ്ങളുടെ പേഴ്സിലായാലും ശരി, നിങ്ങളുടെ കൈപ്പെട്ടിയിലായാലും ശരി, അതല്ല നിങ്ങളുടെ ബ്യൂറോയ്ക്കുള്ളിലായാലും ശരി, നിങ്ങൾ ഒരു സ്ഥലം വെച്ചിരിക്കുമല്ലോ അതിനായിട്ട്, അവിടെ വെച്ചോളുക. എവിടെയെല്ലാം പണം ഇരിക്കുന്നെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം നിങ്ങൾക്ക് മെത്തേഡ് ചെയ്ത് വയ്ക്കാം. അത് ഒന്ന് രണ്ടിടത്തിൽ വയ്ക്കണമെങ്കിൽ അത്രയ്ക്കും 1-2 പൈസ വേണം, നോട്ട് വേണം, ശരിയാ. ഫോർ എക്സാമ്പിൾ എനിക്കിട്ട് ഒരു 200 റുപ്പീസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് ഞാൻ എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടോളുക. ഇതേ മെത്തേഡ് ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് വെച്ചോളുക. ഇമേജിൽ കാണുന്നത് പോലെ ഞാൻ വന്നിട്ട് 200 രൂപ നോട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നു. ഇപ്പോൾ 500 നോട്ട് എന്നില്ല, ഏത് നോട്ടായിരുന്നാലും നമ്മൾ ചെയ്യുന്ന ഈ മെത്തേഡിനുള്ളിൽ നമ്മൾ ഇങ്ങനെ, അതായത് ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്കുള്ളിൽ നമ്മളിങ്ങനെ ചെയ്യണം. അതായത് ഗാന്ധിജിയുടെ പടം വന്നിട്ട് എൻ്റെ കൈയുടെ ഉള്ളിലിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പണം വന്നിട്ട് പണം എഴുതിയിരിക്കുന്നത് വന്നിട്ട് താഴെയായിട്ടിരിക്കുന്നു. കറണ്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ചെയ്യണം. ഇതിന് ദിശയൊന്നും കണക്കില്ല. നമ്മൾ ഈ കൈ വയ്ക്കുന്നതാണ് മെയിൻ. ഈ പൊസിഷനാണ് ഒത്തിരി മുഖ്യം. അതായത് വലത് കൈയും യുടെ പെരുവിരലും ചൂണ്ടുവിരലും ഇടത് കൈയുടെ പെരുവിരലും ചൂണ്ടുവിരലും നമ്മൾ ഇങ്ങനെ ഗാന്ധിജിയുടെ പടത്തിന്റെ മേലെയായിട്ട് വെക്കണം. ഇത് സെന്ററിലായിട്ട് നിങ്ങൾ ഒരു പിരമിഡ് ഷേപ്പിലാണ് വെക്കേണ്ടത്. ഈ മുക്കോണം വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പണവരവ് ഏർപ്പിക്കും. അതായത് പണവരവ് നിങ്ങൾക്ക് അധികമാക്കി തരും. ഇതാണ് ആ പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾ ഇത് വന്ന് ചെയ്ത് വെച്ചോളുക. ഏത് നോട്ടായാലും പ്രശ്നമില്ല, നമ്മുടെ 2 കൈകളും ഇങ്ങനെ പിരമിഡ് ഷേപ്പിലാക്കി വെച്ചോളുക. സൂക്ഷിച്ചോളുക, ശ്രദ്ധിച്ച് കണ്ടോളുക. ഗാന്ധിജിയുടെ പടം നമ്മുടെ കൈക്കുള്ളിൽ വരണ മാതിരി വെക്കുക. ഇത് ഒരു 2 നിമിഷം നിങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്തോളുക. 2 നിമിഷം മതി, അതിൽ കൂടുതൽ വേണ്ട. ഒരേ ഒരു പണത്തിന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. വീക്കിലി അത് ശനിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച. പിന്നെ പണത്തിന് അത്യാവശ്യം വരുന്നത് നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് ഏത് ദിവസമാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ദിവസം വെച്ചോളുക. ഇന്ന് പഞ്ചമി തിഥിയാണ്. ഇന്ന് ചെയ്യുന്നത് ഭയങ്കര പവർഫുൾ ആണ്. കാരണം എത്രയും പെട്ടെന്ന് വരാഹിയമ്മ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരും. ഇത് മാത്രം ചെയ്താൽ പോരാ, ഇതിന്റെ കൂടെ നിങ്ങൾ വേറൊരു വിഷയം കൂടെ ചെയ്യണം. അത് വന്നിട്ട് നിങ്ങൾ ഇയർലി വൺസ്, അതായത് വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നത്, അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്തു വെച്ചാൽ ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇയർ ഇത് ചെയ്താൽ മതി. വേറൊന്ന് നിങ്ങൾക്ക് ഇനി ഡൗട്ട് വരാം, വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയോന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിത് വീക്കിലി ചെയ്യുന്നതുമുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് വർഷത്തിൽ ചെയ്യുന്ന, ഞാനിവിടെ 2 മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണോ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ വീക്കിലി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഏത് ദിവസമാണ് നോക്കി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ദിവസം ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പൈസ എടുത്തിട്ട് ഈ പിരമിഡ് ഷേപ്പിൽ നമ്മുടെ വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഗാന്ധിജിയുടെ ഫോട്ടോയുടെ അകത്തായിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് അത് എടുത്ത് നമ്മുടെ പേഴ്സിൽ വെക്കുക. അത് നിങ്ങൾ വീക്കിലി നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അതും ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇയർലി ബേൺസ് ചെയ്യാവുന്ന ഈ പൈസ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഡൗട്ട് വരേണ്ട കാര്യമില്ല, കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇയർലി വൺസ് ചെയ്യുന്നവർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ പൈസ ഇങ്ങനെ വെക്കുക. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ വെച്ച പൈസ എടുത്ത് നമ്മളൊരു പേഴ്സിലോ എന്തെങ്കിലും വെച്ചുല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ട കുറച്ച് തിങ്സ് ഉണ്ട്. തിങ്സ് എന്താ വെച്ചാൽ ഒരു വെള്ള തുണിയിലായിട്ട്, ഇപ്പോൾ വശമ്പില്ലയാ, വയമ്പെന്ന് പറയുന്നത്, വയമ്പെടുത്ത് വയമ്പിൻ്റെ പൊടി വേണം. പൊടി നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ട്, ഇപ്പോൾ പൊടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വാങ്ങാൻ കിട്ടും, പക്ഷെ അതിവിടെ നല്ലത് നമ്മൾ നമ്മുടെ കയ്യാലെ പൊടിച്ചെടുക്കുന്നതാണ്. വശമ്പും അതിൻ്റെ കൂടെ ഒരു ചെറിയ തുണ്ട് പച്ചക്കർപ്പൂരം, മൂന്നാമത്തത് ഒരു ചെറിയ ഏലക്കായി. അത് ഏലക്ക 1-2 വയ്ക്കാം. അതുപോലെ തന്നെ ഒരു 1-2 പീസ് ഗ്രാമ്പു. ദെൻ ഒരു സ്പൂൺ അളവിന് കല്ലുപ്പ്. എഗെയിൻ ഞാൻ പറയാം, വയമ്പ് പൊടി, ഒരു വെള്ള തുണി എടുത്തിട്ട് അതിനുള്ളിലേക്ക് കുറച്ച് വയമ്പ് പൊടി വയ്ക്കുക. കൂടെ പച്ചക്കർപ്പൂരം ഒരു കഷ്ണം, അതിൻ്റെ കൂടെ ഒരു 2 ഏലക്കായ, 2 ഗ്രാമ്പൂ, കുറച്ച് കല്ലുപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് ഇത് കിഴി കെട്ടേണ്ടത് ഈ വെള്ള തുണിയിലാണ് നമ്മൾ വെച്ച് കിഴി കെട്ടുന്നത്. പച്ച നൂല് കൊണ്ട് കിഴി കെട്ടാൻ പാടുള്ളൂ. വേറെ ഏത് നൂലും ഉപയോഗിക്കാൻ പാടില്ല, പച്ച നൂല്. അതങ്ങനെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലാണോ ആ പൈസ വെക്കുന്നത്, അല്ല നിങ്ങളുടെ ബ്യൂറോയ്ക്കുള്ളയാണോ കൈപ്പെട്ടിയിലാണോ എവിടെയാണോ നിങ്ങൾ അവിടെ അതിൻ്റെ കൂടെ വെച്ചോളുക.
ഈ മെത്തേഡ് വന്നിട്ട് വർഷത്തിൽ ഒരു തവണ നിങ്ങൾ ഈ നമ്മൾ കെട്ടിവെച്ച കിഴിയെ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. അതിനു മുന്നേ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഇരിക്കുന്നതിനെ എടുത്ത് കാൽപ്പെടാത്ത ഇടത്തിലേക്ക് എറിഞ്ഞു കളയുക, പുതുതായിട്ട് കെട്ടിവെച്ചോളുക. ശരിയാ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? എഗൈൻ പറയാം, വീക്ക്ലി വൺസ് ചെയ്യുന്നവരാണെങ്കിൽ പണത്തിനെ ഇങ്ങനെ കൈകളിൽ വെച്ച് 2 നിമിഷം അതിൽ നോക്കി അങ്ങനെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാം. എന്നതിന് ശേഷം നിങ്ങളുടെ പേഴ്സിലോ നിങ്ങൾ വെക്കേണ്ട ഇടത്തിലോ വെച്ചോളുക. ഇത് വീക്ക്ലി വൺസ് ചെയ്യുന്നവർ. ഇയർലി ചെയ്യുന്നവർ ഞാൻ ഓൾറെഡി കിഴികെട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ പറയും, പണം ഞാനിത് ചെയ്തു വെച്ചതിൻ്റെ അടുത്ത നിമിഷം തന്നെ എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പണം കൈകളിൽ വന്നു. ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, മാജിക്കൽ മെത്തേഡ്, മിറാക്കിൾ മെത്തേഡ് എന്ന് തന്നെ നിങ്ങൾ പറയും. പണം വന്നിട്ട് എഗൈൻ തിരുമ്പി നിങ്ങളുടെ കയ്യിൽ വന്നിട്ടേയിരിക്കും. പണം അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് വരാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വരാഹിയമ്മനെയും നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഇന്ന് തന്നെ ഈ പഞ്ചമി തിഥി തീരുന്നതിന് മുന്നേ തന്നെ ഇന്ന് ചെയ്തോളുക. ഇന്ന് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച ചെയ്തു വെച്ചോളുക. ശരിയാ? ഇതും ഒരു മുദ്രയെന്ന് തന്നെ പറയാം. ഈ മുദ്ര നിങ്ങൾ ഉപയോഗിച്ചാലേ പണം നിങ്ങളെ തേടി വരും. ശരിയാ? ഈ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് പണം വരുന്ന വഴിയേ അറിയാതിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.